ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ എൻ്റർപ്രൈസസിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ്ലി ദേ ഹാവ് ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ്. ഗ്ലോബൽ എൻ്റർപ്രൈസസ് ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ക്യാപിറ്റൽ റിസോഴ്സസ് കിട്ടും. എല്ലാ രാജ്യങ്ങളിലും റിസോഴ്സസ് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് റിസോഴ്സസ് റേസ് ചെയ്യാനും വളരെ എളുപ്പമാണ്, കാരണം ഒരു ട്രസ്റ്റഡ് ബ്രാൻഡാണ്. നെക്സ്റ്റ്, ഫോറിൻ കൊളാബറേഷൻ. ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെ പല രാജ്യങ്ങളിലെയും പല ബിസിനസ്സുമായിട്ട് ഇവർക്ക് കൊളാബറേഷൻസ് കാണും. സോ അവരുടെ എല്ലാം ആ ഒരു നോളേജും അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സും ഒക്കെ ഇവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൽ ഇവർ മുൻപന്തിയിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജർമ്മനിയിൽ ഒരു പുതിയ ടെക്നോളജി ഉണ്ടായ നമ്മളൊരു ഇന്ത്യൻ കമ്പനിക്ക് ആക്സസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ ഗ്ലോബൽ കമ്പനിക്ക് ആക്സസ് ചെയ്യാം. കാരണം ഗ്ലോബൽ എൻ്റർപ്രൈസസിൻ്റെ ബ്രാഞ്ചസൊക്കെ ആ ഒരു ജർമ്മനിയിലും ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അതൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പ്രൊഡക്റ്റ് ഇന്നോവേഷനിലും ഈ ഒരു ഗ്ലോബൽ എൻ്റർപ്രൈസസ് മുൻപന്തിയിൽ തന്നെയാണ്. ഇവർക്കൊരു റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് കാണും. പുതിയ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ പഠിച്ച് അനലൈസ് ചെയ്ത് അവരെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒരു ഗ്ലോബലൈസ്ഡ് കണ്ടൻ്റ് ആയിരിക്കും. അതായത് എല്ലാ രാജ്യക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഇവർ ഇറക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസാണ് ഇവർ പൊതുവെ ഉപയോഗിക്കാറ്. അതുപോലെ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി. വളരെ എളുപ്പത്തിൽ ഇവർ മാർക്കറ്റ് ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയാണ്, അവർക്ക് പെട്ടെന്ന് ഒരു ഫോറിൻ മാർക്കറ്റ് അത്ര എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവർ ഓൾറെഡി ഇപ്പോൾ ഒരു 100 രാജ്യത്താണുണ്ടെങ്കിൽ ആ 200 രാജ്യത്തിലോട്ട് ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇവർക്ക് വലിയ പാടൊന്നുമില്ല. എളുപ്പത്തിൽ ഇവർ മാർക്കറ്റ് ടെറിട്ടറി എക്സ്റ്റെൻഡ് ചെയ്യും. അതുപോലെ ഇതിൻ്റെ വേറൊരു ഫീച്ചറാണ് സെൻട്രലൈസ്ഡ് കൺട്രോൾ. എല്ലാ രാജ്യങ്ങളിലും ഇവർക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഇവരുടെ കൺട്രോൾ ഹെഡ് ഓഫീസിൽ മെയിൻ ആയിട്ടുള്ള ഒരു CEO കാണും. അവിടെയാണ് കൺട്രോൾ ഇരിക്കുന്നത്. സോ സെൻട്രലൈസ്ഡ് കൺട്രോളാണ്.